എക്സാം ഒരു നിലക്കും കഴിച്ചില്ലാവും തോന്നുന്നില്ല. എന്താ ഈ CPT ഗാർഡിയന്റെ ഭാഗം ഭയങ്കര കാർഡിയോന്റെ ഭാഗമോ? ഏത് ഭാഗത്താ പ്രശ്നം? CABGന്റെ ഭാഗം ഭയങ്കര CABGന്റെ ഭാഗത്തോ? CABGയിൽ മെയിനായിട്ടൊരു 3 പോയിന്റ് നോക്കിയാൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ ടൈപ്പ് ഓഫ് CABG ഏത് ടൈപ്പാണ് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാലോ CABG നമുക്ക് 3 ടൈപ്പ് ഉണ്ട് നമുക്ക്. അതായത് വെയിൻ ഉള്ളി മാത്രം വരുന്നുണ്ട്, ആർട്ടറി ഉള്ളി മാത്രം വരുന്നുണ്ട്, വെയിനും ആർട്ടറിയും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതോടെ വരുന്നുണ്ട്. സോ അപ്പം 3 ടൈപ്പാണ് വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് 3-ൽ ഏതാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് അത് CABG ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെയിൻ ഉള്ളി ആണെങ്കിൽ എത്ര വെയിൻ എടുത്തു, അല്ലെങ്കിൽ ആർട്ടറി ആണെങ്കിൽ ആർട്ടറി എത്ര എടുത്തു. സോ അപ്പം നമ്പർ ഓഫ് ആർട്ടറി അല്ലെങ്കിൽ വെയിൻ, അത് രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും ഹാർവെസ്റ്റ് ചെയ്യുമല്ലോ ഈ വെയിനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഹാർവെസ്റ്റിങ്ങിന്റെ കോഡും കൂടി ആഡ് ഓൺ ചെയ്താൽ മതി. അപ്പം ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം CABGയുടെ കോഡ് എടുക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കുറച്ച് ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഓർഡറിൽ നിങ്ങൾ ചെയ്യുകയും ഈ ഓർഡറിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, CABGയുടെ ആൻസർ തെറ്റും. ഇനി അതേസമയം നിങ്ങൾ തിരിച്ച് ആദ്യം ഹാർവെസ്റ്റിംഗ് നോക്കി, പിന്നെ നമ്പർ ഓഫ് വെയിൻ നോക്കി, പിന്നെ പ്രൊസീജിയർ നോക്കി, അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അപ്പം ഈ ഓർഡറിൽ ഈ 3 പോയിന്റുകൾ നോക്കിയാൽ വേഗം CABGയുടെ ആൻസർ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പരീക്ഷ പൊളിക്കും.